ഹലോ. ഇന്ന് ഒരടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഇത് കട്ട്ലേറ്റ് എന്ന് പറയാമെന്ന് വെച്ചാൽ കട്ട്ലേറ്റ് എന്ന് പറയാം. എന്നാൽ കട്ട്ലേറ്റിലെ വകയിൽ ആരെങ്കിലും ആയിട്ട് വരും. കാരണം പക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കും പോലെ അല്ലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് പക്ക വെജിറ്റേറിയൻ സ്നാക്സ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കാം. വഴിയേ എല്ലാം പറഞ്ഞുതരാം കേട്ടോ, എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിലേക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ കുരുമുളക് കൂടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 ചേർക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്ന് കരുതി ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ചേർക്കരുത് കേട്ടോ. ആവശ്യത്തിന് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്ന കുരുമുളക് പൊടി 1 ടീസ്പൂണും കുറച്ചുകൂടി എടുക്കുന്നുണ്ട്, നിറയെ എടുക്കുക കേട്ടോ. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരക പൊടി ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. വഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. പച്ച ചീരയാണ് എടുത്തിരിക്കുന്നത്. ചോപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചീരയുടെ ഇല മാത്രമേ ചേർക്കുന്നുള്ളൂ, തണ്ടെടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വേകാനായിട്ട് വെക്കുക. ലീഫല്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒട്ടും തന്നെ വെള്ളം അന്നേരം ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, പൊട്ടറ്റോസ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഉടച്ചിട്ടുണ്ടെങ്കിലും ഇനി ഉടയാതെ കിടക്കുന്ന പൊട്ടറ്റോസ് ഉണ്ടെങ്കിൽ അത് ഉടയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ കയ്യിലുകൊണ്ട് നമ്മൾ ഉടച്ചുടച്ച് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ മസാലയും എല്ലാം ഉരുളക്കിഴങ്ങും ചീരയും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ നിറയെ അവല് പൊടിച്ചതാണ് കേട്ടോ. പോഹ അവല് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ബ്രെഡ് വെച്ചിട്ടല്ല കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസ് എടുക്കുന്നില്ല. അവല് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അവല് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബ്രൗൺ കളറോ വൈറ്റ് കളറോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ മസാലയിലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ആ മസാല എല്ലാം ആറി വന്നതിന് ശേഷം, അതായത് ചൂടാറിയതിന് ശേഷം നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഇനി ഞാൻ ചെയ്യണത്, സാധാരണ നമ്മൾ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ മൈദയിൽ മുക്കിയിട്ടോ അല്ലേ പൊരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അവലുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവലായതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ മുക്കിയിട്ട് പിന്നെയും അവൽ പൊടിച്ചതിനകത്തോട്ട് മുക്കി നമ്മൾ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ബ്രൗൺ കളർ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി കേട്ടോ. കാരണം ഉള്ളിൽ മസാലയൊക്കെ നമ്മൾ വേവിച്ചിട്ടാണല്ലോ ഇടുന്നത്. കണ്ടോ, ഞാൻ ഈ ഒരു ടൈമിലെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഈ പൊടി ഉണ്ടല്ലോ അത് പെട്ടെന്ന് കരിഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ഹെൽത്തിയുമാണ്. ചീരയൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ ഇത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്